മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം കമലേശ്വരത്ത് നിന്ന് വരുന്നത്. കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ തർക്കങ്ങളും എങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ സംഭവം മാറുന്നു. കമലേശ്വരം ആര്യൻകുഴിയിലെ ശാന്തി ഗാർഡനിൽ താമസിക്കുന്ന സജിത 54, മകൾ ഗ്രീഷ്മ 30 എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തങ്ങൾ ജീവനൊടുക്കാൻ പോവുകയാണെന്ന് സൂചന നൽകാൻ ആത്മഹത്യക്കുറിപ്പ് ബന്ധുക്കൾക്ക് ഫോണിലൂടെ അയച്ചു കൊടുത്ത ശേഷമാണ് ഇവർ ഈ കടുകൈ ചെയ്തതെന്നാണ് കരുതുന്നത്. ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വീട് ചവിട്ടി തുറന്നപ്പോഴാണ് ഹാളിനുള്ളിൽ സോഫയിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. സൈനൈഡ് ഉള്ളിച്ചെന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. തകർന്ന കുടുംബ ബന്ധങ്ങൾ. ഗ്രീഷ്മയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ 6 വർഷമായി വിദേശത്തായിരുന്നു. ഇവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ലെന്നും കുറച്ചു കാലമായി അകന്നു കഴിയുകയായിരുന്നെന്നും പറയപ്പെടുന്നു. ഒരു ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തിയത്. അവിടെ വെച്ച് ഗ്രീഷ്മയും ഭർത്താവും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായതായി ബന്ധുക്കൾ സൂചിപ്പിക്കുന്നു. ഈ തർക്കങ്ങളും മാനസിക വിഷമങ്ങളുമാകാം ഇത്തരമൊരു ദാരുണമായ തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചതെന്ന് കരുതുന്നത്. ജീവൻ ഒടുക്കിയത്. ആത്മഹത്യാക്കുറിപ്പ് ബന്ധുക്കൾക്ക് അയച്ച ശേഷം 200 പവനിൽ അധികം സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കൾ നൽകി മകളെ വിവാഹം കഴിപ്പിച്ചിട്ട് കേവലം 25 ദിവസം കൂടെ താമസിച്ച് ഉപേക്ഷിച്ചു. ഈ അപമാനഭാരം താങ്ങാനാവുന്നില്ല. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഉണ്ണികൃഷ്ണനെ ഭാര്യയായ ഗ്രീമ കണ്ടിരുന്നു. ഇവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും അടുത്ത ബന്ധുക്കൾ പറഞ്ഞു. വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ല എന്നുള്ള സൂചനയും ഉണ്ണികൃഷ്ണൻ നൽകിയിരുന്നെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. പൂന്തുറ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും പകരമായി സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്നത് എത്ര വലിയ വേദനയാണ് അവശേഷിപ്പിക്കുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മാനസിക പ്രയാസങ്ങൾ ഉണ്ടായാൽ വിദഗ്ധരുടെ സഹായം തേടുക. ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് താങ്ങാനും അവരെ കേൾക്കാനും നമുക്ക് സാധിക്കട്ടെ.